വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ശേഷം കിഴക്കൻ ആറനാട്ടിലുണ്ടായ ഏറ്റവും വലിയ വിപ്ലവകാരി, ഏറ്റവും വലിയ ജനനായകൻ ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, PV അൻവറാണ്. അൻവർ സാഹിബ് ഇന്ന് നിയമസഭാംഗത്വം പുല്ലുപോലെ രാജിവെച്ചു. രാജിക്കത്ത് പുള്ളി മിനിയാന്ന് തന്നെ സ്പീക്കർക്ക് മെയിൽ ചെയ്ത് കൊടുത്തിരുന്നു. രാജിക്കത്ത് അങ്ങനെ മെയിൽ ചെയ്ത് കൊടുത്താൽ പോരാ, ഹാർഡ് കോപ്പി തന്നെ കൊടുക്കണം എന്ന് സ്പീക്കർ വാശി പിടിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു. രാവിലെ 9 മണിക്ക് സ്പീക്കറുടെ വീട്ടിൽ പോയി കണ്ടു. ഇതാ പിടിച്ചോ രാജിക്കത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അദ്ദേഹം LDF സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. സ്വതന്ത്രനായ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, സ്വതന്ത്രമായിട്ട് നിയമസഭാ പ്രവർത്തനം തുടരുകയും സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ ധീരമായിട്ട് പറയുകയും ചെയ്യാം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കാട്ടാനയുടെയും കാട്ടുപോത്തിൻ്റെയും കാണ്ടാമൃഗത്തിൻ്റെയും ഹിപ്പോപ്പൊട്ടാമസിൻ്റെയൊക്കെ ഉപദ്രവം സഹിച്ച് കർഷകർ ഭയവിഹുലരായി കഴിയുമ്പോൾ താനിങ്ങനെ ശീതീകരിച്ച നിയമസഭാ മന്ദിരത്തിൽ പോയിരുന്നാൽ ശരിയാവില്ല. ഐവറി കോസ്റ്റിൽ പോയാൽ പോലും ശരിയാവില്ല. കാരണം അവിടെയുള്ളേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ ഇപ്പോൾ നിലമ്പൂരും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. അവർ കൃഷി നശിപ്പിക്കുകയാണ്. ആദിവാസികളടക്കമുള്ള ആളുകളെ ചവിട്ടി കൊല്ലുകയാണ് ആന, കാട്ടുപോത്ത് കുത്തി കൊല്ലുകയാണ്. അപ്പോൾ ഇതിനെതിരെ പോരാടാനായിട്ട് നിയമസഭയ്ക്ക് പുറത്ത് തൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. മാത്രമല്ല, അതേ DMKയിൽ ചേരാൻ പോയപ്പോൾ ആളുകൾ പുള്ളിയെ പരിഹസിച്ചു. പിണറായി വിജയൻ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞു, ഇയാളെ ആ പാർട്ടിയിൽ എടുക്കരുത്, അൻവർ DMKയിൽ പോകാനാൽ പോകട്ടും പോടാ എന്ന രീതിയിൽ തൃണമൂൽ കോൺഗ്രസ്സിൽ പോയി ചേർന്നു. കാരണം വേറെ ഏത് പാർട്ടിയിലും പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും. അൻവർ BJPയിൽ ചേരാൻ തീരുമാനിച്ചാൽ പിണറായി അപ്പം തന്നെ JP നഡ്ഡയെ വിളിച്ചു പറയും, അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അമിത്ഷായെ വിളിച്ചു പറയും, ഇങ്ങനെ ഒരു തല്ലിപ്പൊളി ഇവിടുന്ന് പോകുന്നുണ്ട്, അവനെ ഒരു കാരണവശാലും പാർട്ടിയിൽ എടുക്കരുത് എന്ന് പറഞ്ഞാൽ, വിജയൻ സഖാവ് പറഞ്ഞാൽ നഡ്ഡയ്ക്കായാലും ഷായ്ക്കായാലും മോഡിക്കായാലും അത് തട്ടാൻ പറ്റുകയില്ല. അവർ പിന്നെ BJPയിൽ എടുക്കുകയില്ല. ഇങ്ങനെ പിണറായി വിജയൻ്റെ പിത്തലാട്ടം നടക്കാത്ത ഒരേ ഒരു നേതാവ് ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് മമതാ ബാനർജിയാണ്. കാരണം മമതാ ബാനർജിക്ക് മാർക്സിസ്റ്റായിട്ട് മൊത്തം ദേഷ്യമാണ്, വൈരാഗ്യമാണ്, വിരോധമാണ്. എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭ്രാന്തം. അതുകൊണ്ട് മമതാ ബാനർജിയെ പോയി കണ്ടു. പോയപ്പോൾ അവിൽപ്പൊതിയുമായിട്ടാണ് പോയത്. ഈ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയ പോലെ അവിൽപ്പൊതി വെച്ചു, കാര്യം പറഞ്ഞു. ദീദിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി. ദീദിയെ കണ്ടില്ല, ദീദിയുടെ അനന്തരവനുണ്ട്. അനന്തരവനാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ മകളുടെ ഭർത്താവാണ് അവളുടെ പെങ്ങളുടെ സഹോദരൻ്റെ മകനാണ് അഭിജിത്ത് ബാനർജി. പുള്ളിയാണ് ബംഗാളിലെ മുഹമ്മദ് റിയാസ്. ഇവിടെ റിയാസ്, അവിടെ ബാനർജി. അപ്പോൾ അഭിഷേക് ബാനർജിയെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് കാര്യം മനസ്സിലായി. അൻവർക്ക് ആ ഞമ്മൻ്റെ കൂടെ കുടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നു. അപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ് പിന്നെ എടുക്കാമെന്നാണ് അൻവർ ഉദ്ദേശിച്ചത്. പക്ഷേ മമതാ ബാനർജി ആൾ തമാശക്കാരിയാണ്. ഇദ്ദേഹത്തെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. അൻവർ സഖാവല്ല ഇപ്പം മുൻ സഖാവി ഈ MLA സ്ഥാനം കൂടി രാജിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കാൽപ്പായ കടലാസിൽ ഒരു രാജിക്കത്ത് എഴുതി സ്പീക്കർക്ക് മെയിൽ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഹാർഡ് കോപ്പിയും കൊടുത്തു. അത് കഴിഞ്ഞ് അമ്പൂക്കാൻ നടത്തിയ പത്രസമ്മേളനം മുഴുവനും കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും ശരിയാണ്. പുള്ളിയെ ചില മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ് ചാടി കയറ്റി. സുജിത് ദാസിനും ADGP അജിത് കുമാറിനും ഒടുവിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കാൻ തള്ളിവിട്ടത്. ഞാനിത് എത്രയോ തവണ പറഞ്ഞാണ്. എനിക്ക് നേരത്തെ അറിയാം ആളുകളുടെ പേരും അവർ പാർട്ടിയിൽ ഏതേത് സ്ഥാനങ്ങളാണ് വഹിക്കുന്നതെന്ന് വരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് PV അൻവർ പറഞ്ഞല്ല, മറ്റ് സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. മാത്രമല്ല PV അൻവർ പറയാത്ത വേറൊരു രഹസ്യം കൂടിയുണ്ട്. നമ്മുടെ UAE കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ചില മുതലാളിമാരുടെ രഹസ്യവും പരസ്യവുമായ സാമ്പത്തിക പിന്തുണയും ഈ നീക്കത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. അൻവറിന് പൈസ കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈ മുഖ്യനെതിരായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞ സർഗപ്രക്രിയ വലിയ പണച്ചെലവുള്ള ഏർപ്പാടാണ്, പ്രത്യേകിച്ച് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുതലാളിമാർ നല്ലപോലെ പണം ചെലവഴിക്കാൻ തയ്യാറായി. ആ കാര്യത്തെക്കുറിച്ച് പത്രക്കാർ അൻവറിനോട് ചോദിച്ചില്ല. അൻവർ സ്വന്തം നിലയ്ക്ക് പറഞ്ഞില്ല. ഇനി ചോദിച്ചാലും പറയുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രവുമല്ല, അൻവർ അന്തസ്സുള്ളവനായതുകൊണ്ട് ഇദ്ദേഹത്തെ ചാടി കയറ്റിയ നേതാക്കന്മാരുടെ പേരും പറഞ്ഞില്ല. നേതാക്കന്മാർ പിറ്റേ ദിവസം തൊട്ട് അൻവറിൻ്റെ ഫോൺ എടുക്കാണ്ടായി എന്നാണ് പറഞ്ഞത്. ശരിയായിരിക്കും, അതിനെ സാധ്യതയുള്ളൂ. ഈ നേതാക്കന്മാർ ഇതിലും വലിയ ഡാഷ് പരിപാടി ചെയ്യാൻ പഠിക്കാത്തവരാണ്. പാവ അൻവർ സാധുവായതുകൊണ്ട്, ശുദ്ധഗതിക്കാരനായതുകൊണ്ട്, പഴയ കോൺഗ്രസ്സുകാരന് DIC-കാരനുമായിരുന്നുകൊണ്ട് ഇവന്മാരുടെ പിത്തലാട്ടത്തിൽ വീണുപോയി എന്നുള്ളതാണ് സത്യം. അതാരൊക്കെയാണെന്നുള്ള കാര്യം പിണറായി വിജയന് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ റിയാസിനും അറിയാമായിരിക്കും. പക്ഷേ അവർക്കൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ ഇപ്പോഴും പിണറായി ലോയലിസ്റ്റുകളായിട്ട് ഇങ്ങനെ പച്ചച്ചിരിയുമായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അൻവർ രാജിവെച്ചു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്ര നേരം എല്ലാവരും വിചാരിച്ച പുള്ളി നിലമ്പൂർ മത്സരിക്കും, ത്രികോണ മത്സരം അല്ലെങ്കിൽ ചതുഷ്കോണ മത്സരം ഉണ്ടാവും, അതിൽ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF ജയിക്കുമെന്നാണ്. അങ്ങനൊരു വിഷയമേ ഇല്ല. അൻവർ ആരൊക്കെ നിർബന്ധിച്ചാലും ശരി നിലമ്പൂരിൽ മത്സരിക്കുന്ന പ്രശ്നമില്ല. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചാലും എന്നുള്ളതിന് അടിവര അദ്ദേഹം പിന്തുണ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും പിന്തുണ കൊടുക്കും. തൃണമൂൽ കോൺഗ്രസ് പിന്തുണ കൊടുക്കും. സാക്ഷാൽ മമതാ ബാനർജി കാൽക്കട്ടയിൽ നിന്ന് പിന്തുണ അറിയിക്കും. ഒരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. 6 മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം. നിയമസഭയുടെ കാലാവധി കഴിയാൻ ഒരു കൊല്ലത്തിലധികമുള്ളതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അതും അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു അനിവാര്യതയാണ്. നേരത്തെ വിജയംപിള്ള മരിച്ചപ്പോഴും കുവൈറ്റ് ആണ്ടി മരിച്ചപ്പോഴും അതാത് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയില്ല. അന്ന് കോവിഡ് ആയിരുന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നടത്താതെ ഒഴിഞ്ഞു പറയുന്നത്. പക്ഷേ ഇത്തവണ അത് പറ്റിയില്ല. തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് അവിടെ മത്സരിച്ച് ജയിച്ച് MLA ആകാനായിട്ട് കുപ്പായം തയ്പ്പിച്ച് റെഡിയായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അൻവർ വരുന്നതിന് എതിർക്കുകയും ചെയ്തത്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് അൻവർ ഒരു കൈ കയറി കളിച്ചു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. അത് DCC പ്രസിഡന്റ് VS ജോയിയാണ്. VS ജോയി നേരത്തെ മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ചാണ്. രണ്ടുപേരുടെ ഇനിഷ്യൽ ഒന്നായതുകൊണ്ട് അച്യുതാനന്ദനെതിരെ മത്സരിച്ച് തോക്കാൻ ഒരു നേർച്ചക്കോഴിയെ പാർട്ടിക്ക് വേണമായിരുന്നു. അങ്ങനെ VS ജോയി അയച്ചു. മുമ്പൊരു തവണ ലതിക സുഭാഷിനെ അയച്ച പോലെ, പിന്നെ സതീശൻ പാച്ചേനിയെ വിട്ട പോലെ. അങ്ങനെ VS ജോയി മലമ്പുഴയിൽ പോയി മത്സരിച്ചു. പക്ഷേ പറയത്തക്ക പിന്തുണ കിട്ടിയില്ല. അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ കാലുവാരി. മാത്രമല്ല ചാക്ക് രാധാകൃഷ്ണൻ നയിക്കുന്ന വലിയ ഒരു മാഫിയ ഉണ്ടായിരുന്നു. മാഫിയ എന്ന് പറയാൻ പറ്റില്ല, ചാക്കൻ്റെ പേരിൽ കേസുള്ളൂ. ചാക്ക് രാധാകൃഷ്ണൻ നയിക്കുന്ന ഒരു സംഘം അവർ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നന്നായിട്ട് പൈസ ചിലവാക്കി. അങ്ങനെ BJP 2ാം സ്ഥാനത്ത് വരികയും ജോയി 3ാം സ്ഥാനത്തായി പോയിച്ചു. അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ്. നിലമ്പൂരിൽ മത്സരിക്കാൻ സർവ്വതാ യോഗ്യനാണ്. കുടിയേറ്റ മേഖലയിലാണ് പുള്ളി താമസിക്കുന്നത്. മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ഏത് നിലക്കും അവിടെ അദ്ദേഹം മത്സരിക്കും, അല്ലെങ്കിൽ സീറ്റ് കൊടുത്താൽ മതിയാവുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. VS ജോയി സീറ്റ് സ്വീകരിക്കുമ്പോൾ സതീശനും സുധാകരനും കുഞ്ഞാലിക്കുട്ടിയും കൂടി ചേർന്ന് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമോ അതോ ഷൗക്കത്തിനെ തന്നെ വീണ്ടും പരിഗണിക്കുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അൻവറിൻ്റെ ഈ രാജി എന്ന് പറയുന്ന ചെറിയൊരു സംഭവമല്ല. പിണറായി സത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് പുള്ളി പ്രഖ്യാപിച്ചു. മാത്രമല്ല കൗണ്ട് ഡൗൺ തുടങ്ങി. ഇന്നേക്ക് 482ാം ദിവസം പിണറായിയുടെ ഭരണം അവസാനിക്കും എന്ന് അൻവർ ഉറക്കെ പ്രഖ്യാപിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ജനുവരി 13 പിണറായി വിജയൻ്റെ വത്സലപുത്രി സഖാവ് വീണ വിജയൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ആ ഒരു സുദിനത്തിൽ തന്നെയാണ് അൻവറിൻ്റെ രാജിയും ഈ പ്രഖ്യാപനവും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം തികച്ച് യാദൃച്ഛികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനുവരി 13ൻ്റെ സവിശേഷത ഇനി മേലിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ ദിവസമാണ് PV അൻവർ പിണറായി സത്തിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത്. അത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്കറിയില്ല. 3ാം പിണറായി സർക്കാർ ഉണ്ടാകും. അത് അൻവറിൻ്റെ ശബ്ദം കേട്ട്, മങ്കമ്പൈൻ ശബ്ദം എന്ന് പറയുന്ന പോലെ അൻവറിൻ ശബ്ദത്തിൽ പിണറായി സത്തിൻ്റെ ശവപ്പെട്ടി തയ്യാറായി കഴിഞ്ഞു. അന്ത്യകൂദാശ കൊടുക്കാനായിട്ട് ജോയി ആയിരിക്കും, അതും വേറെ ആരെങ്കിലും ആയിരിക്കും, നമുക്കറിയില്ല. ഏതായാലും സംഗതികൾ ജില്ലായിട്ട് നടക്കുന്നുണ്ട്. അൻവറിൻ്റെ ആ വമ്പിച്ച രാജിയോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഞെട്ടലുണ്ടായിരിക്കും. സാധാരണ MLA ആയിട്ട് ജയിച്ചപ്പോൾ തല്ലി കൊന്നാലും MLA സ്ഥാനം വിട്ടുകൊടുക്കുകയില്ല. ചാകുന്ന ഒരാ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കും. പക്ഷേ അൻവർ അങ്ങനെയല്ല, അന്തസ്സുള്ളവനാണ്, തറവാടിയാണ്, വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തവന്നൂർ മത്സരിപ്പിക്കുകയാണെങ്കിൽ ആ സീറ്റ് UDFന് കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അൻവറിനോട് എനിക്കെന്തോ വിരോധമുണ്ട്, അല്ലെങ്കിൽ അൻവറിന് എന്നോട് എന്തോ വൈരാഗ്യമുണ്ട്. സത്യത്തിൽ അത് ശരിയല്ല. അൻവറിൻ്റെ എല്ലാ വിധത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾക്കും അപരിമിതമായ പിന്തുണ നൽകുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഈ യുദ്ധത്തിൽ ജയിച്ചു വരും. പിണറായി സത്തിൻ്റെ ശവപ്പെട്ടിയിൽ ആണി ചുറ്റിയ കൊണ്ടല്ല, കൂടം കൊണ്ടടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.